ഹലോ അളിയ പറ. ഇവിടെ നമ്മുടെ സ്ഥലത്തുണ്ട്. ഈ പാതിരാത്രി ഞാൻ ഒന്ന് കൊണ്ടുവരാന്നൊക്കെ കളിയല്ലേ കൊണ്ടുവരാം. ഓക്കെ, ഞാനിവിടെ നിന്ന് കൊണ്ടുവരാം. അളിയ സാധനം ഇതിവിടെ ഉണ്ട്. ആരാ കക്ഷി? പറ. ഒരു കക്ഷിയാണ്. അയ്യോ എൻ്റെ പൊന്നോ, അവിടെ വെക്കല്ലേ. ഇനി നിന്നേക്കാ പൊന്നും കൂടെ തെങ്ങി സാധനമൊക്കെ തരാം. അതൊന്നും ഇങ്ങനെ തരേണ്ട പരിപാടിയില്ല. ഇവിടെ ഇങ്ങനെ അതൊക്കെ വലിയ വിലപിടിപ്പുള്ള സാധനമാണ്. വിലപിടിപ്പുള്ളതാണോ? ഇപ്പം എനിക്കെല്ലാം പുല്ല് വില. ഇത് ഇത്ര ഉള്ളോ? ഇല്ലടാ, മൊത്തം കൊണ്ടുവരാം. മാത്രം ചേട്ടൻ ചവപ്പെട്ടി നിന്ന് വലിച്ചു പറിച്ചുകൊണ്ട് വന്നതാണ്. ഇയാൾക്ക് പാതിരാത്രി മുല്ലപ്പൂ ഉണ്ടാക്കണമെന്നാണ് ഞാൻ അവിടെ കൊണ്ടുവരാനാ വെച്ച്. ചവപ്പെട്ടിയുടെ മുല്ലപ്പൂ. ആരും ചവപ്പെട്ടിയാണല്ലോ അളിയാൻ പോകുന്ന കാര്യം സുഗമമായി സുന്ദരമായി നടക്കും. പറഞ്ഞോ. അളിയ ശവമാണെങ്കിൽ മണമുണ്ടല്ലോ അളിയാ. ഇനി ചിലപ്പോൾ നാളെ കണ്ടെന്ന് വരുന്നില്ല. അതിനോട് പോവോ? അളിയ ഒരു ചെറുതൊരെണ്ണം തന്നിട്ട് പോകുന്നതിന് വിരോധമുണ്ടോ? ചോദിച്ചാൽ ചെറുതൊരെണ്ണം ഞാൻ തരും. ഡേയ് എന്തേ കിണ്ടി എടുത്തോണ്ട് പോടേ. ഓ, ഈ കിണ്ടി എന്നെയാണല്ലോ. ഇതൊക്കെ താക്കോൽ. എന്തിനാടാ ഈ ജീവിതം? ഞാനിവിടെ പെണ്ണ് കെട്ടാതെ ഉള്ളു. ചത്തിട്ടില്ലടാ പട്ടി. എന്നോട് ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞതാ എന്റെ കല്യാണം കഴിഞ്ഞിട്ട് മതി, എന്റെ കല്യാണം കഴിഞ്ഞിട്ട് മതി. ആ ജോത്സ്യം പറഞ്ഞപ്പോ നിന്റെ വായിൽ ഇത്ര പഴമായിരുന്നോ? എന്തോരെ ചോറും കാര്യം എന്തോരെ ചോറ് തന്ന് വളർത്തിയ കൈക്ക് നീ കൊത്തിയല്ലോടാ മഹാപാവി. ഇത്തവണത്തേക്ക് നീ പൊക്കോ, പക്ഷെ നിന്നെ എന്റെ കൈ കിട്ടും. അന്ന് നിന്നെ കൊല്ലും ഞാൻ. സഹൃദയരായ നാട്ടുകാരെ, എല്ലാ നായിന്റെ മക്കളും, കുട്ടിക്കാട്ടിൽ രാജേഷ് ജീവിതം അവസാനിപ്പിക്കുക. ഗുഡ് ബൈ. ബഹുമാനപ്പെട്ട അച്ഛൻ്റെ ഉണ്ണി പോയി. ആ തള്ളയോട് പറയണം അവരുടെ മകനെ കുഴിച്ചിട്ടിട്ട് അവരുടെ ഇളയ മകനെ കെട്ടിക്കാവൂ. അന്ധവിശ്വാസങ്ങൾക്കും ജ്യോതിഷത്തിനുമെതിരെ അച്ഛൻ സംഘടന തുടങ്ങണം. എടാ അനിയ, കല്യാണം കഴിക്ക്. നിനക്കുണ്ടാകുന്ന പിള്ളേർക്കെങ്കിലും ദോഷം ഉണ്ടാകാൻ നോക്കടാ. പ്രിയപ്പെട്ട നൗഫൽ, ഇന്നടിച്ചതിൻ്റെ പൈസ നാളെ കൊടുക്കണേ. അമ്മയുടെ കൈ തന്നെ കൊടുക്കണം. തള്ളെ അറിയണം ഞാൻ കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പെട്ട് മരിച്ചു പോയത്. ബൈ ബൈ.
ബൈ ബൈ. ചേട്ടാ, ഞാനാ ചേട്ടൻ്റെ ഭാര്യ ആതിര. രാശേട്ടാ, ഫുഡ് റെഡി ആയിട്ടാണോ? കഴിച്ചാലോ?